ജാസ്മിൻ വ്ളോഗിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സുഖത്തിലും റാഹത്തിലൊക്കെ തന്നെയല്ലേ? അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ ഇത് നമ്മൾ ചെറിയ പെരുന്നാൾക്ക് തലേന്നെടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നാളെ പെരുന്നാളാണോ നോമ്പോന്നും നമുക്കറിയില്ല. പെട്ടെന്നാണ് കേട്ടോ പെരുന്നാളാണെന്നൊക്കെ പറഞ്ഞ് കേട്ടത്. പെരുന്നാളായിന്ന് കേട്ടപ്പം കുട്ടികളെപ്പച്ച് ചായക്കൂടി നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് പീടിയേക്കൊക്കെ പോയിക്കുന്നു കേട്ടോ. കോയും ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ടതിൻ്റെ പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പെരുന്നാൾ ആയിനെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേന് മാക്സ് ഉണ്ടായിരുന്നു അവിടെ അടിച്ചാൻ കിടക്കണം. അതൊക്കെ ഒന്ന് അടിച്ചെടുക്കുക. കുട്ടികൾക്കാണെങ്കിൽ ക്ലിപ്പും മുടിമുടിക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വാങ്ങും വേണം. പിന്നെ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാൾക്കായിട്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മാസം മുന്നപ്പോൾ നമ്മളെ കുടുംബത്തിൽ നിക്കാഹ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് ഇനി പത്തിനാപ്പ് അതിൻ്റെ പുറമെ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണേ. സ്കൂൾക്കാണെങ്കിൽ എന്നും യൂണിഫോമും അല്ലേ. അപ്പോൾ ആ പെരുന്നാൾക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുട്ടികളെപ്പച്ച് അങ്ങോട്ട് വന്നിട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നോക്കട്ടെ. അങ്ങനെ നമ്മളെ ഇക്കൊല്ലത്തെ റമദാൻ മാസത്തിലെ നോമ്പ് അങ്ങോട്ട് കഴിഞ്ഞ് നാളെ ചെറിയ പെരുന്നാളാണല്ലോ. ചെറിയ പെരുന്നാൾ അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇനി വിത്രയിലൊക്കെ അങ്ങോട്ട് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും വേണം. ഓരോരുത്തരും നമ്മളെ പെരേക്കാണ് കൊണ്ടുവന്ന് തരുമ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കത് വാങ്ങിയും വെക്കും വേണം. അതൊക്കെ പിന്നെ അളക്കാനും പിടിച്ചാനും കൊണ്ടുകൊടുക്കാനൊക്കെ ഇപ്പച്ചും കുട്ടികളും അങ്ങോട്ട് ആയിക്കോളും. നമ്മളെ പണിക്കാണ് പോകട്ടെ. അപ്പോൾ ഇറച്ചിയും കോയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ നന്നാക്കി വെക്കട്ടെ. പെരുന്നാൾ അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ മട്ടത്തിലും പാകത്തിലൊക്കെ ഇടാക്കി ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമാവുള്ളൂ. കുട്ടികളാണെങ്കിൽ മൈലാഞ്ചി ഇടുന്ന തിരക്കാണ് കേട്ടോ. അയലോക്കത്തുനിന്നും വന്നിന് മൈലാഞ്ചി ഇടാൻ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ മൈലാഞ്ചി ഇടൽ അമ്മിമേൽ അങ്ങോട്ട് നീട്ടിയിട്ട് അരച്ചിട്ടല്ലേ. ഇപ്പം അങ്ങനെയൊന്നും മാടല്ലേ. ഇപ്പം എല്ലാത്തിനും ട്യൂബല്ലേ. പല സൈസ് ട്യൂബും ഉണ്ടല്ലോ. പെട്ടെന്ന് ചോക്കണതും നഖത്തുമ്മലിട്ടാൽ ചോക്കണതും ഇനിയിപ്പോൾ ചോക്കണമെങ്കിൽ ആക്കം പോലെ ചോക്കണതും എന്തെല്ലാം മോഡൽ ട്യൂബാണല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മിമേലും ഇങ്ങോട്ട് അരച്ച് എവിടുന്നെങ്കിലും അങ്ങോട്ട് പറിച്ച് കൊണ്ടുവരും മൈലാഞ്ചി. ഉള്ളോടത്തുനിന്ന് പോയി പറിച്ച് കൊടുന്നാണ്ട് മൈലാഞ്ചി അമ്മിമേലും അങ്ങോട്ട് അരച്ച് അരക്കുമ്പോൾ ചോക്കണേന് കയ്യുമേൽ കവറൊക്കെ കെട്ടിയിട്ടേനില്ല അന്ന് മൈലാഞ്ചി അരച്ചിരുന്നത്. അമ്മിമേലിട്ട് ഉമ്മമാരൊക്കെ അരച്ച് തന്നിരുന്നത്. എന്നിട്ട് വെളിഞ്ഞിയും പുള്ളിയൊക്കെ കുത്തിയിട്ട് അതിന് നെറുക്കൂടെ അങ്ങോട്ട് പൊത്തി പിടിച്ച് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കഴിച്ചുമ്പം ആ കഴിയുമ്പോൾ നോക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണല്ലേ. കുട്ടികളാകുമ്പം പെരുന്നാളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓൽക്കത് വല്ലാത്തൊരു ആരംഭിക്കാറില്ല. നമ്മളും അതേപോലെയൊക്കെ തന്നെ ഇനി പെരുന്നാളങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ മരുവാങ്ങണം കൊടുത്ത ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിത്രയിൽ കൊണ്ടുകൊടുക്കുമ്പോൾ എല്ലാവരും കൂടി കൂടത്തിലാണ് കൊണ്ടുകൊടുക്കുമ്പോൾ വല്ലാത്തൊരു രസമില്ലേ അന്നൊക്കെ. പിന്നെ ഈ മൈലാഞ്ചി ഇടലും കുട്ടികളവിടെ മൈലാഞ്ചി ഇടലും വിത്രയിൽ കൊണ്ടുകൊടുക്കലൊക്കെ തിരക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്നാൽ ശരിയാവില്ല മക്കളെ. നമ്മളിപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ കിടക്കൂല. അപ്പം നമ്മൾ നേരെ അടുക്കളയൊക്കെ വന്നാണ്ട് നമ്മളെ കോയും ഇറച്ചിയൊക്കെ നന്നാക്കി വെക്കട്ടെ. ഉള്ളി തൊലിച്ചിലൊക്കെ പെടുന്ന ഒരു തലക്കലങ്ങനെ നടക്കണമുണ്ട്. അപ്പോൾ കോഴിയോണ്ട് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാം, ഇറച്ചി വരറ്റും ചെയ്യാം, പിന്നെ പച്ചക്കറി ബിരിയാണി ഉണ്ടാക്കണം, മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ പാടുണ്ടാക്കണ എത്തിനാപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ. അപ്പം ചെറിയ പെരുന്നാളല്ലേ, വല്ലാതെ ആർക്കും തിന്നാനൊന്നും മാണ്ടി വരില്ലേ. ഇന്നാലും നാളെ ഉണ്ടാക്കാൻ ഒരു പൊറുതേടല്ല. ഇന്നത്തെ ദിവസം ഒരു ആണ്ടാർത്തിയല്ലേ. നാളത്തെ പെരുന്നാളൊക്കെ കുളിച്ച് കഴിച്ച് ചോറൊക്കെ തിന്നേണ്ട ശേഷം നമ്മൾ അഞ്ചത്തിയാളും കുട്ടികളും നമ്മളെ പെരയൊക്കെ അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളെ അമ്മ ഇവിടെ നമ്മളെ പെരയിലുണ്ട്. നമ്മളെ പെരയിൽ അവിടെ ആരും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പം ഒന്നുമില്ല, ഞങ്ങൾ 5 പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അഞ്ചത്തിയാളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു നമുക്ക് ഈ പെരുന്നാൾ നമ്മളെ പെരയിൽ അങ്ങോട്ട് കഴിച്ച് കൂട്ടാമെന്ന് പറഞ്ഞാണ്ട് ഓരെല്ലാവരും വരും. പിന്നെ കുട്ടികളും എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ പച്ചക്കറി ബിരിയാണി മന്തി കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടികളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അത് രസമായിക്കാറല്ലോ. അപ്പോൾ ഒക്കെ രാവിലെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വൈകുന്നേരം ഓല് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയിമക്ക് ഒരുങ്ങണ്ടല്ലോ. എല്ലാം റെഡിയാക്കി വെച്ചാൽ ഓരോട് വർത്താനം പറഞ്ഞ് കുത്തർക്കല്ലേ നമുക്ക് കുറച്ച് നേരം. അപ്പോൾ കൊണ്ടാട്ടുണ്ടാക്കാനുള്ള കോയൊക്കെ ഞാൻ ചെറുതായിട്ട് അങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. കൊണ്ടാട്ടത്തേക്ക് ചെറിയ കോഴി കഷ്ണമാണല്ലോ വേണ്ടിയത്. പിന്നെ കുട്ടികളെ ഇപ്പച്ചത് അവിടെ ഇറച്ചിയൊക്കെ ഞങ്ങൾ മുറിച്ച് തരുന്നുണ്ട്. ഇമ്പച്ച് പച്ചക്കറി ബിരിയാണി ഉണ്ടാക്കാനുള്ള പച്ചക്കറിയൊക്കെ ഉണ്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ തൊളിച്ചൊക്കെ എടുത്തും ചെയ്യുന്നുണ്ട് കൊണ്ടാട്ടത്തേക്കുള്ള. എല്ലാവരും പെരയിലും നോമ്പും പെരുന്നാളൊക്കെ കഴിച്ചു കൂട്ടി ഇങ്ങോട്ട് പോരല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ഇതൊക്കെ ഉണ്ടാക്കാനാ നമുക്ക് വല്ലാത്തൊരു പൊറുതേടല്ലേ. ഇപ്പോൾ ബാക്കിയായാലും പേടിച്ചാനൊന്നും ഇല്ലല്ലോ. ഫ്രിഡ്ജുണ്ടല്ലോ, അതിക്കടെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്നും നമുക്ക് അങ്ങോട്ട് ചൂടാക്കി അങ്ങനെ തിന്നും ചെയ്യല്ലോ. അപ്പം നമ്മളിതാ നാളെ പെരുന്നാക്കിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ഒരുക്കി വെച്ചിട്ടോ. ഒക്കെ എരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിനൊക്കെ രാവിലെ അങ്ങോട്ട് ഉണ്ടാക്കണം. മന്തിക്കുള്ള കോയൊക്കെ മസാല തേച്ച് പിടിപ്പിച്ചവിടെ വെച്ചും ചെയ്തു. അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഇറച്ചി പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടി വെച്ചിനി. നാളത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ ഇൻഷാ അല്ലാ.